അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാത്തുകാത്തിരുന്ന ശഅബാനിത നമ്മിലേക്ക് ആഗതമായിരിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഫമറ. എത്ര തവണ ഹംദ് പറഞ്ഞാലും റബ്ബുൽ ആലമീൻ എത്ര തവണ സ്തുതിച്ചാലും മതിയാകുമോ അല്ലേ? ശഅബാനിലും പടച്ചോ നമുക്ക് ആയുസ് തന്നില്ലേ? റജബുൻ ഷഹറുല്ലാ, റജബ് അള്ളാൻ്റെ മാസമാണ്. അള്ളാൻ്റെ മാസം പൂർത്തിയാക്കിയവർക്ക് മുത്തുനബിയുടെ മാസം, മുത്തുനബിയിലേക്ക് അവിടുന്ന് ചേർത്തു പറഞ്ഞ മാസം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തിൽ അവിടുത്തെ സ്വലാത്തുകളും അവിടുത്തെ മദ്ഹുകളും അവിടുത്തെ ജീവിതവും ഒക്കെ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ ക്ലിയർ ആയെങ്കിൽ റമളാൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. പല ആളുകളും ഉസ്താദേ, ഞങ്ങൾ സ്വബാഹുൽ ഖൈർ എന്ന രാവിലെ 6 മണിക്ക് നടക്കുന്ന സദസ്സിൽ പങ്കെടുത്ത് അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങി, സമാധാനം ലഭിച്ചു, നഷ്ടപ്പെട്ടു പോയ വസ്തു തിരികെ ലഭിച്ചു. അതുപോലെ തന്നെ എത്രയോ സന്തോഷങ്ങളില്ലേ? കൊല്ലങ്ങളോളം 11 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് അൽഹംദുലില്ലാ സ്വബാഹുൽ ഖൈർ എന്ന സദസ്സിൽ പങ്കെടുത്ത് റബ്ബുൽ ആലമീനെ സ്തുതിക്കാൻ തുടങ്ങിയതിന് ശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് സന്താനത്തെ കൊടുത്ത മനോഹരമായ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അൽഹംദുലില്ലാ, അത്ര വലിയ പവറുണ്ട്. മനസ്സ് നിറഞ്ഞ് നമുക്ക് ശഅബാൻ കിട്ടിയില്ലേ? മനസ്സ് നിറഞ്ഞൊരു 3 തവണ അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ശഅബാനിലെ ആദ്യത്തെ രാത്രി മുതൽ 15ാമത്തെ രാത്രി വരെ പ്രത്യേകം മഹത്വമുള്ള കാര്യമാണ് സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് 15 പ്രാവശ്യം ഓതുക എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 15ാമത്തെ രാത്രി വരെ നമുക്ക് ഓതണ്ടേ? വേണോ വേണ്ട? നിങ്ങൾ പറയേ, വേണോ വേണ്ടേ? വേണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഈ 15 ആയത്ത് ഓതിയാലുള്ള പ്രത്യേകത എന്താണ്? 8 ആയത്ത് 15 പ്രാവശ്യം ഓതിയാലുള്ള പ്രത്യേകത എന്താ? ഇത് ഓതിയിട്ട് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് എന്ത് ചോദിച്ചാലും പടച്ചോൻ തരും. അത്രയും എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ നഷ്ടപ്പെടുത്തി കളയണേ? നമുക്കൊന്ന് ഓതിയാലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حاميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم
رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا
ويحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم.
حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم
حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഓതി തീർച്ച ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് നിൻ്റെ മഹത്തുക്കൾ പഠിപ്പിച്ചതുപോലെ പഠിച്ചോനെ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ല. ഒരുപാട് സങ്കടങ്ങളുണ്ടല്ല, എല്ലാ സങ്കടങ്ങളും നീ നീക്കി തരണേ അല്ല. അതുപോലെ പാവപ്പെട്ട 2 ഉസ്താദുമാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് സഹായം ചെയ്തൊരുപാട് ആളുകളുണ്ട്. യാ റബ്ബന, ചെറുതാണെങ്കിലും പഠിച്ചോനെ അവരുടെ കയ്യിലുള്ള സംഖ്യ തന്ന് ആലിമീങ്ങളെ സഹായിച്ചവരാണ്. യാ റബ്ബന, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ തമ്പുരാനെ, അവരുടെ പ്രയാസങ്ങളെ നീ അകറ്റണേ അല്ല. ജീവിതത്തിൽ എന്ത് വിഷമം, എന്ത് രോഗം, എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ല. കരുണക്കടലായ റബ്ബെ, നിൻ്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി തരട്ടെ. സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ലാ ഹൗല ചൊല്ലിയാൽ മതിയല്ലോ. മനസ്സറിഞ്ഞ് 11 തവണ ഒന്ന് ചൊല്ലിക്കേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, അള്ളാഹുവിന് മാത്രമേ എല്ലാത്തിനും കഴിവുള്ളൂ എന്ന് സമ്മതിച്ചുകൊണ്ട് വേണം അത് ചൊല്ലാനായിട്ട്. അല്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്നുള്ള ചിന്ത വന്നാൽ പോയി. ഞാനൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ കഷ്ടപ്പാടിനൊരു വിലയില്ല അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും അല്ലാന്നേ, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്നൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹ് തന്നതുകൊണ്ടുണ്ടായി. നമ്മളെക്കാളും ചിലപ്പോൾ ബംഗാളികളൊക്കെ കഷ്ടപ്പെടുന്നുണ്ടാവും, എന്നാൽ പിന്നെ നമ്മളെക്കാളും കൂടുതൽ അവരുണ്ടാക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? കഷ്ടപ്പാടൊന്നും അല്ല ഇവിടെ വാല്യൂ. കഷ്ടപ്പെടണമെന്നല്ല കേട്ടോ, കഷ്ടപ്പെടണം. പക്ഷേ അള്ളാഹ് തന്നതുകൊണ്ടാണ് നമുക്കുണ്ടായത്, അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടല്ല. മനസ്സറിഞ്ഞ് 11 തവണയിലേക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് لا حول ولا قوة إلا بالله 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 لا حول ولا قوة إلا بالله. പഠിച്ചോനെ, നീ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാ. നീ തന്നതല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. അല്ലാഹു, ഞങ്ങൾക്ക് നിന്നെ മറക്കാത്ത ഐശ്വര്യം നീ നിറച്ചു നൽകണേ തമ്പുരാനെ. വീടില്ലാത്തവർ, ഒരു സ്ഥലമില്ലാത്തവർ, സ്ഥലം വാങ്ങിയ വർഷങ്ങളായി ഒരു വീട് വെക്കാൻ കൊതിച്ചിട്ട് നടക്കാത്തവർ, യാ റബ്ബന, ഈ ഹദിയ ചെയ്യുന്ന ആളുകളിൽ ഒരുപാട് പേര് പാവപ്പെട്ടവരാ, കയ്യിലൊന്നുമില്ല. ഒരു വീട് വെക്കണമെന്ന് കൊതിയുണ്ടായിരിക്കുകയാണ്. ഉസ്താദുമാർക്ക് വീടുണ്ടാവട്ടെ എന്ന് കരുതി ആ പാവപ്പെട്ട ഉസ്താദുമാരിലേക്ക് നമ്മളൊരു ഹദിയ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലേക്ക് അവരെ കൊണ്ട് പറ്റിയത് ചെയ്യുന്നത്. ആ കൊടുത്തതിൻ്റെ ഫലമെന്നോണം ഞങ്ങൾക്കൊക്കെ നീ വീട് തരണേ അല്ലാ. അള്ളാഹു വലിയവനല്ലേ, അള്ളാഹു തരും, അള്ളാഹു തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ശഅബാൻ മാസമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലണ്ടേ? മദ്ഹില്ലാതെ എന്ത് ശഅബാൻ ഇല്ലേ? ശഅബാനിൻ്റെ മഹത്വം തന്നെ മുത്ത് ഹബീബിൻ്റെ മദ്ഹല്ലേ. ഇൻഷാ അല്ലാ, അവിടുത്തെ അല്പം മദ്ഹ് നമുക്കൊന്ന് ചൊല്ലാം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി سواك عند حلول الحديث العميم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسمي منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وإذا لي صحبي صلاة منك دائمة على النبي بمرهل ومنساجم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم
أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذبا الباني ريح صبا وأطرب العيسى للعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മുത്ത് റസൂലുള്ളാഹിൻ്റെ മാസം, അവിടത്തേക്ക് ചേർത്ത് പറഞ്ഞ മാസം, ഞങ്ങൾ ചൊല്ലിയ മദ്ഹുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന നിലക്ക് നീ മാറ്റി തീർക്കണേ അല്ലാ. ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ക്യാൻസർ കൊണ്ട് മറ്റുമൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമായൊരു ദിക്ർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ. യൂനുസ് നബി അലൈഹിസ്സലാം ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയപ്പോഴും മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടപ്പോഴും ചൊല്ലാനായിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു മനോഹരമായ സാമീപ്യം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലി ആ ദിക്ർ. അള്ളാഹു അത്രമേൽ ഇഷ്ടപ്പെട്ട ദിക്ർ. അതു നിമിത്തമാണ് യൂനുസ് രക്ഷപ്പെട്ടതെന്ന് അള്ളാഹു പറഞ്ഞ ദിക്ർ ഇല്ലേ. ലാ ഹൗല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോനെ നീയല്ലാതെ ആരാധനക്കർഹനില്ല അല്ലാഹ്. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ. നിന്നോട് അക്രമം ചെയ്തു, എൻ്റെ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യനാണ് അല്ലാഹ്. ബോധ്യത്തിൽ നിന്നുകൊണ്ട് 40 തവണ ഈ ദിക്ർ ചൊല്ലിക്കോ. നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ കടക്കണിയിലാണെങ്കിലും എന്ത് പ്രശ്നത്തിലാണെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കൈപിടിക്കും. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ആ 40 തവണ ആ ഇസ്മൊന്ന്, ആ ദിക്റൊന്ന് നമുക്ക് ചൊല്ലിയിട്ട് വരാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഇതിന്റെ മിസ്ൽ സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഏതേത് മുറാദുകളാണോ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ കമന്റ് ബോക്സ് നിറയെ ദുആ വസിയത്തുകളാണ്. യാ റബ്ബനാ, ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കടങ്ങൾ അവിടെ കുറിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേയല്ല, വേദനകൾ അകറ്റണേയല്ല, സങ്കടങ്ങൾ തീർക്കണേയല്ല, കണ്ണീര് തുടയ്ക്കണേയല്ല. മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടം പറഞ്ഞവർ എത്രയെത്ര ഹോസ്പിറ്റലുകളിലാണ് ഉസ്താദേ കയറിയിറങ്ങിയതെന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബനാ, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേയല്ല, നീ നൽകണേ തമ്പുരാനെ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, മക്കള് വഴികേടിലായി പോയെന്ന സങ്കടം പറഞ്ഞവരുണ്ട്, സ്വാലിഹീങ്ങളാക്കണേയല്ല.
ഗുണമുള്ള മക്കളാക്കണേ അല്ലാ. ഇണകളിൽ മദ്യപാനികളുണ്ടെന്ന് പറഞ്ഞവർ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ നീ നന്നാക്കണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. അതവുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, എത്രയെത്ര അസുഖബാധിതരാണ് ഞങ്ങളിലുള്ളത്, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പടച്ചവനെ സോറിയാസിസ് ബാധിച്ചവർ, ഹാർട്ട് അറ്റാക്ക് ബാധിച്ചവർ, ആമവാദം പിടിപെട്ടവർ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നീ ശമനം കൊടുക്കണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് ചോദിക്കാനാണ് അല്ലാ. നിന്റെ ഔലിയാഇന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. കച്ചവടം ചെയ്ത് നഷ്ടത്തിലായി പോയെന്ന് പറഞ്ഞു പടച്ചവനെ നീ ലാഭത്തിലാക്കണേ അല്ലാ. ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പ്രവാസ ലോകത്തേക്ക് പോയിട്ട് ജോലിയില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. ബുദ്ധിമുട്ടുകളെല്ലാം നീക്കണേ അല്ലാ. റഹ്മുർ-റഹീമായ റബ്ബേ, സിഹർ കൊണ്ട് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ടെല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. റഹ്മുർ-റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനേ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. പടച്ചവനെ, 2 പാവപ്പെട്ട ഉസ്താദുമാർക്ക് വേണ്ടി വീട് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ അതിലേക്ക് കൈയഴിഞ്ഞ് സഹായിക്കാൻ മനസ്സെടുത്തവരുണ്ട്. യാ റബ്ബനാ, അവർക്കൊരിക്കലും നീ പ്രയാസം കൊടുക്കല്ലേ അല്ലാ. ഏത് പ്രയാസത്തിൽ നിന്നുകൊണ്ടാണോ ആ ഹദിയ ചെയ്യുന്നത്, ആ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. നീ സങ്കടങ്ങൾ തീർക്കണേ അല്ലാ. വേദനകൾ അകറ്റണേ അല്ലാ. റാഹത്തായ ജീവിതം നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുൻപ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പരയാവർത്തി തൗഫീക്ക് നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും തൗഫീക്ക് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നീ അദാബിലാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, നാളെ മഹ്ശറ വൻസഭയിൽ വീർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ഞങ്ങളെ പൊന്നുമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ മഹാഭാഗ്യം തരണേ അല്ലാ. ഈ രാവിനെ, ഈ മാസത്തെ, ഈ ദിവസത്തെ ബഹുമാനിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബനാ, നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ അല്ലാ. അതബേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ. പുണ്യ റജബിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. നീ പുറത്തു തരണേ അല്ലാ. നിന്നോടുള്ള അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാ. ربنا استجب دعاءنا بحق رسول الله صلى الله عليه وسلم. آمين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.